കരുണാവാരിധിയായ റബ്ബ് അവന്റെ സ്നേഹവും പൊരുത്തവും തൃപ്തിയും കരസ്ഥമാക്കി വിജയിക്കാൻ കഴിയുന്ന അംബിയാ മുർസലീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഖുതുബയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയുസ്സിനിടയ്ക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അവന്റെ യൗവനം എന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഏറ്റവും കരുത്തുറ്റ, ഏറ്റവും ശക്തമായ ഇടപെടലുകൾക്ക് സാധ്യമായ സന്ദർഭമാണ് മനുഷ്യന്റെ യൗവനം. ഞാൻ ആമുഖമായി ഓതിവെച്ച സൂക്തം വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്താണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലൊരു യാത്രക്കാരനെ പോലെയാണ്. കേവലം മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മരണം എന്ന ഒരു നിർണിതമായ പോയിന്റ് വരെ ജീവിക്കാനുള്ള ഒരു ഇടത്താവളം. പക്ഷെ ആ ഇടത്താവളത്തിനിടയിൽ പോലും ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും മധ്യവയസ്സും വാർദ്ധക്യവും തുടങ്ങി വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ കടന്നുപോയേ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിൽ പറഞ്ഞു വെക്കുന്നത്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ലഅഫിൻ, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ തികഞ്ഞ ദൗർബല്യങ്ങളോടുകൂടി, സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ ചിരിക്കാൻ പോലുമോ അറിയാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ അതിനു മുൻപുള്ള ഒരു ഘട്ടത്തെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. ലം യകുൻ ശൈഅൻ മദ്കൂറ, മനുഷ്യ, നീ പറയപ്പെടാൻ മാത്രം ഒന്നുമല്ലാതിരുന്ന ഒരു കാലം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പറയപ്പെടാൻ മാത്രം ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നിന്നെ മനുഷ്യനാക്കി, കരയാൻ മാത്രം അറിയുന്ന ഒരു കൊച്ചു കുഞ്ഞായി നിങ്ങൾ ജനിച്ചു പോകും. ആ കുഞ്ഞിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ബാല്യവും ശൈശവവും കൗമാരവും ഇതൊക്കെയും കടന്ന് സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, ഈ ദൗർബല്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ശക്തിയുടെയും കരുത്തിന്റെയും ഒരു കാലം അള്ളാഹു സംവിധാനിച്ചു. അതിനുശേഷം സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വ ശൈബ, നിങ്ങൾക്ക് ഈ കരുത്തിന്റെ കാലം കഴിഞ്ഞാൽ ദൗർബല്യത്തിന്റെയും നരയുടെയും ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്. നിങ്ങളെ ദുർബലരായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അതിനിടയിൽ നിങ്ങൾക്ക് നല്ല കരുത്തുള്ള ഒരു കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അതിനുശേഷം വീണ്ടും നിങ്ങളെ ദൗർബല്യത്തിന്റെയും നരയുടെയും ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി. അപ്പൊ ഈ രണ്ട് ദൗർബല്യങ്ങൾക്കിടയിലുള്ള ഒരു അമാനത്ത്, പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ്സിലെ ഏറ്റവും നല്ല ഒരു കാലയളവിലെ ഏറ്റവും നല്ല ഒരു സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. രണ്ട് ദൗർബല്യങ്ങൾക്കിടയിലുള്ള ഒരു അമാനത്ത്, അള്ളാഹുവിനോട് മറുപടി പറയാനുള്ള ഒരു കാലം, അള്ളാഹുവിനോട് മറുപടി പറയേണ്ട, ഉത്തരവാദിത്വം ബോധിപ്പിക്കേണ്ട ഒരു കാലം. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സൂക്തത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, രണ്ട് ദൗർബല്യങ്ങൾക്കിടയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ജ്വാല പോലെ, ഒരു തിരിനാളമാണ് നിങ്ങളുടെ യൗവനം. ഈ രണ്ട് ദൗർബല്യങ്ങൾക്കിടയിൽപ്പെട്ട് അത് കെട്ടുപോകാൻ പാടില്ല. ശൂന്യമായി കിടന്നാൽ ഇബ്ലീസ് കൂടുകൂട്ടുന്ന ഒരിടമാണത്. ഒരു കർഷകന് വിളവിറക്കാൻ, തന്റെ കൃഷിഭൂമിയിൽ വിളവിറക്കാൻ ഒരു നിർണിതമായ സമയം അവന്റെ മുമ്പിലുണ്ട്. ആ നിർണിതമായ സമയത്ത് അവൻ വിളവിറക്കിയിട്ടുണ്ടാകണം. വിളവിറക്കിയിട്ടില്ലെങ്കിൽ വിത്തിറക്കിയിട്ടുണ്ടാകണം. ആ വിത്തിറക്കേണ്ട സമയത്ത് അവൻ വിത്തിറക്കിയിട്ടില്ലെങ്കിൽ വിളവെടുക്കേണ്ട സമയത്ത് എത്ര വലിയ സന്നാഹങ്ങളുമായിട്ടാണ് അവൻ ചെല്ലുന്നതെങ്കിൽ പോലും ശൂന്യമായി മടങ്ങിപ്പോരേണ്ടി വരും. അതല്ല, കാലം തെറ്റിയാണ് വിത്തിറക്കിയതെങ്കിൽ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളവിനും വേണ്ടത്ര ഗുണനിലവാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
ഈ ഉദാഹരണം എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ നല്ല ആരോഗ്യമുള്ള കാലത്തെക്കുറിച്ചാണ്, നമുക്ക് നല്ല കഴിവും ശേഷിയുമുള്ള ഒരു കാലത്തെക്കുറിച്ചാണ്. നമ്മളെ ഏറ്റവും അശ്രദ്ധരായി പോകാവുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ ചാബല്യങ്ങളിലും ദൗർബല്യങ്ങളിലും പെട്ടുപോയേക്കാവുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ശൂന്യമായി കിടന്നാൽ നമ്മെ കീഴടക്കാവുന്ന, നമ്മെ വ്യതിചലിപ്പിച്ചേക്കാവുന്ന ഒരുപാട് ദൗർബല്യങ്ങൾ കടന്നു വരുന്ന സന്ദർഭം. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഈ യൗവനത്തെക്കുറിച്ചും അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള കാലത്തെക്കുറിച്ചുമൊക്കെ ഏറ്റവും വൃത്തിയായി നമ്മൾ പഠിച്ചിരിക്കണം. ഏറ്റവും വൃത്തിയായി നമ്മൾ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു വീക്ഷണത്തിലൂടെ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം മനുഷ്യരെല്ലാം വ്യതിചലിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു ആവേശത്തിന്റെ സന്ദർഭമാണത്. നമ്മുടെ ഒരു എടുത്തുചാട്ടത്തിന്റെയും പിടിവാശിയുടെയും കാലഘട്ടമാണത്. മറ്റ് ദൗർബല്യങ്ങൾ, ശാരീരികമായ ദൗർബല്യങ്ങളെ കുറിച്ചല്ല. നമ്മൾ ആലോചിച്ചു, ഒരു കൊച്ചുകുട്ടിയായിരിക്കെ അവന് ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടാകും. അവന് ചുറ്റുപാടുകളിലുള്ള പലതിനെയും അവന് പേടിയായിരിക്കും. പക്ഷെ ആ പേടിയൊക്കെ അവന്റെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ, യുവത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പേടിയൊക്കെ മാറും. ആ യുവത്വത്തിലേക്ക് എത്തുന്നത് വരെ അവന് കാര്യമായ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, യുവത്വത്തിലുമില്ല. പക്ഷെ യുവത്വം കഴിഞ്ഞ് ഒരു നിർണിത പ്രായം എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് പതിയെ പതിയെ കടന്നു വരുന്ന അസുഖങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഓരോരോ അസുഖങ്ങൾ കടന്നു വരാൻ തുടങ്ങുന്നു. അവന്റെ ശരീരം ദുർബലമാകാൻ തുടങ്ങുന്നു. അതിൻ്റെതായ എല്ലാ ദൗർബല്യങ്ങളും ശരീരം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. പിന്നെ അവന്റെ ശരീരത്തിൽ നരബാധിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും അവന്റെ ആരോഗ്യത്തിന്റെയും തീക്ഷ്ണമായ കാലഘട്ടത്തിന്റെയും അവസരങ്ങൾ കഴിഞ്ഞു പോകും. പക്ഷെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള, ഏറ്റവും സമയമുള്ള, ഏറ്റവും സൗകര്യങ്ങളുള്ള കാലയളവ് ഞാൻ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന ഒരു സൂക്ഷ്മതല നിരീക്ഷണം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഏത് ഘട്ടത്തിലാണ് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോയത്? ഏത് ഘട്ടത്തിലാണ് എന്നിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യങ്ങൾ മാറ്റിവെച്ചാലും കുഴപ്പമില്ല എന്ന ഒരു നിസ്സാര ബോധത്തിലേക്ക് ഞാൻ മാറിപ്പോയത്? ഇന്നത്തെ യുവാക്കളെ കുറിച്ച് നടന്ന ഒരു പഠനം നമ്മോട് പറയുന്നത്, ഒരു ദിവസത്തിൽ ശരാശരി 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ മൊബൈലിന്റെ സ്ക്രീനിൽ കഴിച്ചു കൂട്ടുന്നു എന്നാണ്. 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഹിജ്റയെ കുറിച്ച് പറയാനുണ്ട്, ഒരു ജിഹാദിനെ കുറിച്ചും പറയാനുണ്ട്. എന്ത് ഹിജ്റയെ കുറിച്ചാണ്? തനിക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത, തന്നെയും തന്റെ വിശ്വാസത്തെയും തന്റെ മൂല്യങ്ങളെയും കാർന്നു തിന്നാൻ പോകുന്ന എല്ലാ ന്യൂനതകളിൽ നിന്നും ഞാൻ ഹിജ്റ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ ഹിജ്റ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ എന്റെ ഒരുപാട് സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കൈവിരലുകളിൽ ഒരു ജിഹാദ് ഉണ്ട്. കൈവിരലിൽ ജിഹാദ്. നമ്മൾ പുതിയ കാലത്ത് പഠിക്കേണ്ട ചില പ്രയോഗങ്ങളാണ്. ഞാൻ ഒറ്റക്കായി പോകുന്ന ഒരു സ്ക്രീനിൽ മാത്രം നോക്കിയിരിക്കുന്ന, മറ്റാരുമില്ലാത്ത ഒരു മുറിയുണ്ട് അവിടെ. ആ മുറിയിൽ നിന്ന് എന്റെ ഈ താല്പര്യങ്ങളെയും ദൗർബല്യങ്ങളെയും മാറ്റിവെച്ച് പുറത്തേക്ക് വരേണ്ട ഒരു ഹിജ്റ, എന്റെ കൈവിരലുകളെ ഞാൻ നിയന്ത്രിച്ചു നിർത്തേണ്ട ഒരു ജിഹാദ്. പ്രിയമുള്ളവരെ, എത്ര കാമ്പും കാതലുമുള്ള പുതിയ പദപ്രയോഗങ്ങളാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇത് ചെറിയ വർത്തമാനങ്ങളല്ല, വലിയ ആഴവും പരപ്പുമുള്ള ഒരു വലിയ ദുരന്തമാണ്. നമ്മൾ എന്തിനു വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കുന്നു എന്നതും, എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന നിരീക്ഷണ ബോധത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതുമായ ചില സന്ദർഭങ്ങളാണ്. നമ്മുടെ ഈമാൻ നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളെ നഷ്ടപ്പെടാതെ ചേർത്ത് പിടിക്കണമെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഒതുങ്ങി ഭൂമിയിൽ ഞാൻ ജീവിക്കണമെങ്കിൽ,
എന്റെ ചില കൃത്യങ്ങളെ ഞാൻ മാറ്റിവെക്കേണ്ടി വരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ചില ഇടപെടലുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്നു. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിച്ചതുപോലെ അള്ളാഹുവിന്റെ കണ്ണു വെട്ടിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഏത് വഴിയും നീ കയറിക്കോളൂ. അള്ളാഹു കാണാതെ നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഏത് മ്ലേച്ഛമായ വഴിയിലൂടെയും നീ സഞ്ചരിച്ചോളൂ. പക്ഷെ അള്ളാഹുവിന്റെ കണ്ണു വെട്ടിക്കാൻ നിനക്ക് കഴിയില്ല എന്ന ഒരു ബോധം സത്യവിശ്വാസിയെ ഈ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഏതൊക്കെയോ ചില ഡിജിറ്റൽ വശങ്ങളിലേക്ക് നാം വഴിമാറിപ്പോയി. അവിടെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കേവലം 1.5 മിനിറ്റും 2 മിനിറ്റും മാത്രം ദൈർഘ്യമുള്ള റീൽസുകളുടെയും വീഡിയോകളുടെയും പുറകിൽ മണിക്കൂറുകളോളം നാം ചിലവഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഏതൊക്കെയോ ജാഹിലിയ ശക്തികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ്. കുറെ ജാഹിലിയ ശക്തികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ മൂലധനത്തിലേക്ക് നമ്മൾ നമ്മുടെ ഹൃദയത്തെ വകവെച്ചു കൊടുക്കുന്നു. നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സമയത്തെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും നന്മയിലേക്ക് വിലയിരുത്താവുന്ന നമ്മുടെ സന്ദർഭങ്ങളെയും നമ്മൾ അടിയറ വെച്ചു കൊടുക്കുന്നു എന്നാണ് അതിന്റെ ചുരുക്കം. പ്രിയമുള്ളവരെ, ഈ ഡിജിറ്റൽ അടിമത്തത്തെ കോർപ്പറേറ്റുകൾ നമ്മുടെ ഹൃദയങ്ങളെ വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ അടിമത്തത്തെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. മനുഷ്യരുമായുള്ള പരസ്പര ബന്ധങ്ങളിൽ നിന്ന് ഈ ഒരു മെഷീനിലേക്കുള്ള നമ്മുടെ ബന്ധം വഴിമാറിപ്പോയിട്ടുണ്ട്. മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ വിട്ടുപോയി. സ്വന്തം കുടുംബവുമായും സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായുള്ള ബന്ധം വിട്ടുപോയി. ഈ കഴിഞ്ഞ ഒരു 1.5 ആഴ്ച മുൻപുണ്ടായ ഒരു അനുഭവമുണ്ട്. 2 പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം സംസാരിക്കേണ്ടി വന്നു. 32ഉം 28ഉം വയസ്സ് വീതം പ്രായമുള്ള 2 പെൺകുട്ടികൾ. മാതാപിതാക്കളെക്കാൾ വരുമാനമുള്ള പെൺകുട്ടികളാണ്. പക്ഷെ അവരുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് 2 പേർക്കും വിവാഹം വേണ്ട, കുടുംബജീവിതം വേണ്ട എന്നതാണ് അവരുടെ താല്പര്യം. അവർക്ക് അവരുടെ ഒരു സ്വകാര്യ ജീവിതമുണ്ട്. അവർക്ക് അവരുടെ സ്ക്രീനിൽ അവർ ചിലവഴിക്കുന്ന കുറെ താല്പര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതമുണ്ട്, നല്ല വരുമാനമുള്ളതുകൊണ്ട്. പക്ഷെ അതല്ല ന്യായം പറയുക. മറ്റു പല ന്യായങ്ങളും അവർ രേഖപ്പെടുത്തും. അവർ പറയുന്ന ന്യായം, എന്റെ കുടുംബത്തിലെ ഇന്ന വ്യക്തി കല്യാണം കഴിച്ചിട്ട് ഡൈവോഴ്സ് ആകേണ്ടി വന്നു, ഇന്ന വ്യക്തി കല്യാണം കഴിച്ചിട്ട് അടിയും പിടിയും തല്ലും ബഹളവുമായിട്ട് ഇപ്പോഴും മക്കളെ ഓർത്ത് ഉന്തിത്തള്ളി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബാന്തരീക്ഷത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മയുടെ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളും വിവാഹം കഴിച്ചാൽ അങ്ങനെ ആയി പോകുമോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിവാഹം വേണ്ട. ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ജോലിക്ക് പോകുന്നത് എങ്ങനെയാണ്? അവരുടെ സ്വന്തം വാഹനത്തിലാണ്, 2 പേരും 2 വാഹനത്തിലാണ് പോകുന്നത്. ഒരു ദിവസം ശരാശരി 15 കിലോമീറ്റർ അങ്ങോട്ടും 15 കിലോമീറ്റർ ഇങ്ങോട്ടും 30 കിലോമീറ്റർ വാഹനം ഓടിക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, എല്ലാ ദിവസവും നമ്മുടെ നാട്ടിൽ ഒരുപാട് അപകടങ്ങൾ നടക്കാറുണ്ട്, ഒരുപാട് ആളുകൾ അപകടത്തിൽ മരണപ്പെടാറുണ്ട്, ഒരുപാട് പേർക്ക് അംഗഭംഗം സംഭവിക്കാറുണ്ട്. എന്ന് കരുതിയിട്ട് നമ്മൾ വാഹനം ഓടിക്കാതിരുന്നോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് അപകടം പറ്റുമെന്ന് പേടിച്ചിട്ട് എന്റെ പുറകെ ഒരു ആംബുലൻസ് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഭയാശങ്കകൾ പല വിഷയങ്ങളിലും നമുക്കുണ്ടാകും. പക്ഷെ ആ ഭയാശങ്കകളുടെ പകരം നമ്മൾ പറയുന്ന ചില ന്യായങ്ങൾ, നമ്മുടെ മക്കൾ പറയുന്ന ചില ന്യായങ്ങൾ, നമ്മുടെ സമൂഹം കണ്ടെത്തുന്ന ചില ന്യായങ്ങൾ, അവർ ഏതോ ഒരു ലോകത്ത് ഡിജിറ്റൽ അടിമത്തത്തിന് വഴിമാറി പോയിട്ടുണ്ട് എന്നതുകൊണ്ട് കണ്ടെത്തുന്ന ചില സമീകരണങ്ങളാണ്. ഇതൊരു വലിയ സംഗതിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ തലമുറയെ ഈ അർത്ഥത്തിൽ അവരുടെ മനസ്സിനെയും അവരുടെ കാഴ്ചപ്പാടുകളെയും നന്മയിൽ ചിലവഴിക്കാവുന്ന അവരുടെ സമയങ്ങളെയും കോർപ്പറേറ്റുകൾ മുതൽ മുടക്കി വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം. രണ്ടാമത്തേത്, അതിന്റെ പിന്നിൽ സംഭവിക്കുന്നത് മനുഷ്യരുമായുള്ള പരസ്പര ബന്ധങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ചില പ്ലാറ്റ്ഫോമുകളിലൂടെ പരസ്പരം തിരിച്ചറിയുന്നു എന്നതല്ലാതെ ലോകത്തിലെ പല കോണിലുമുള്ള പല ആളുകളെയും അറിയാം. കൊറിയയിലുള്ള പല നായകന്മാരെയും കുറിച്ചറിയാം. പക്ഷെ സ്വന്തം അയൽവാസിയായ ഒരു മനുഷ്യനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ അയാൾ അവിടെയാണോ താമസിക്കുന്നത്, എനിക്കറിയില്ല
എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ മനുഷ്യബന്ധങ്ങൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യബന്ധങ്ങൾ പറന്നുപോയിരിക്കുന്നു വിശാലമായി. ഞാൻ സൂചിപ്പിച്ചത് നമ്മളെ അള്ളാഹുവിൽ നിന്ന്, നമ്മുടെ നല്ല സമയങ്ങളിൽ നിന്ന് വഴിമാറ്റിവിടുന്ന ലഹരിയുടെ കടന്നുകയറ്റമുണ്ട്. അതും ഒരു വലിയ സംഗതിയാണ്. ലഹരിയെ കുറിച്ച് വേറെ തന്നെ സംസാരിക്കേണ്ടതുമാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ സാംസ്കാരിക ബോധമണ്ഡലങ്ങളെ തന്നെ അമ്പരപ്പിച്ചതാണ് വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കി വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകന്മാരല്ല, അധ്യാപികമാർ ലഹരിയുടെ കാരിയർമാരായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ വലിയ വലിയ ഉന്നത നിലവാരമുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉൾപ്പെടുന്ന വിദ്യാസമ്പന്നരായ ആളുകൾ സിന്തറ്റിക് ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ അടിമകളായി മാറിയിരിക്കുന്നു എന്നുള്ള വലിയ ഒരു തൂഫാൻ, അതൊരു കൊടുങ്കാറ്റ് തന്നെയാണ്. നമ്മൾ അമ്പരപ്പിച്ചു പോകുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മളൊക്കെ പല വിഷയങ്ങളിലും ഇടപെടുമ്പോ, പലരുടെയും വിവാഹവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ അറിയാൻ കഴിയും, നമ്മളോടൊക്കെ വലിയ സൗഹൃദം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പല നല്ല മനുഷ്യരുടെയും നല്ല മക്കളാണ് എന്ന് നമ്മൾ കരുതുന്നവർ സ്വകാര്യമായി പല ലഹരിക്കും അടിമപ്പെട്ട വിദ്യാർത്ഥികളും കുട്ടികളുമാണ് എന്ന അത്ഭുതം. പ്രിയമുള്ളവർ, ഇതൊരു വലിയ നീരാളിപ്പിടുത്തമാണ്. ഇത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന വലിയ ഒരു ദുരന്തമാണ്. ഈ മക്കളുടെ മുമ്പിൽ ജീവിതത്തെക്കുറിച്ച് ചില നിരാശാബോധമുണ്ട്. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? അവരുടെ മുമ്പിൽ ചില ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതായി പോയാൽ മനുഷ്യരെത്തിപ്പെടുന്ന ചില മേഖലകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് 1942 തെംസ് നദിയിൽ ഒരു ദിവസം 40 ആളുകൾ ആത്മഹത്യ ചെയ്ത ചരിത്രമുണ്ട്. 40 ആളുകൾ ഒരൊറ്റ ദിവസം. ഒരു നേരം പുലർന്നപ്പോൾ 40 ഡെഡ് ബോഡികളാണ് തെംസ് നദിയിൽ. എന്തായിരുന്നു അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, തലേ ദിവസം രാത്രിയിൽ ഒരു റേഡിയോ നാടകത്തിന്റെ ശബ്ദരേഖ, പണ്ട് അങ്ങനെയാണല്ലോ, റേഡിയോ നാടകത്തിന്റെ ശബ്ദരേഖ കേട്ടിട്ട് ജീവിതത്തിൽ നിരാശ വന്നുപോയ, ഞങ്ങളിനി ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് തീരുമാനിച്ച 40 മനുഷ്യരാണ് ഒരൊറ്റ ദിവസം ആത്മഹത്യ ചെയ്തത്. ഈ ഒരു നിരാശാബോധം ഉണ്ടാകും. ഞങ്ങൾ എന്തിന് ജീവിക്കുന്നു? ഞങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് ലക്ഷ്യമുണ്ട്? ഞങ്ങൾക്ക് ചിലർ ചോദിക്കാറുണ്ട്, ആ ചോദ്യത്തിന്റെ ഉത്തരം എവിടെ? ആ ഒരു ഉത്തരമില്ലായ്മയിൽ ആദർശപരമായ ആശയക്കുഴപ്പത്തിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുമ്പിൽ അവരുടെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്താവുന്നതും അവരുടെ സ്വപ്നങ്ങളുടെ മുമ്പിൽ മനോഹരമായ വർണ്ണരാജികൾ തീർക്കാവുന്നതുമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. അപ്പോഴാണ് പല വഴിക്കും അവർ വഴിമാറിപ്പോകുന്നത്. അവിടെ നിരീശ്വരവാദം കടന്നു വരും, പുതിയ പുതിയ സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും കടന്നു വരും. പക്ഷെ പലതും പുതിയത് കടന്നു വരുമ്പോ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഈ അർത്ഥശൂന്യതയുടെ പിന്നാലെ പോകുന്നു എന്ന് തോന്നുന്ന മക്കളിൽ നിന്ന് ചോർന്നു പോകും. ആ ആദർശത്തെ തിരിച്ചു പിടിക്കലാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, നമ്മുടെ ആരോഗ്യമുള്ള കാലഘട്ടം, വിത്തിറക്കേണ്ട കാലഘട്ടം. നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ, തിരിഞ്ഞു നോക്കാതിരുന്നാൽ ഒരു കൃഷിഭൂമിയിൽ എന്താ സംഭവിക്കുക? ആ കൃഷിഭൂമിയിൽ ഇങ്ങനെ കളകൾ മുളച്ചു പൊന്താൻ തുടങ്ങും. ആ കളകൾ ആ മണ്ണിലെ എല്ലാ വളവും വലിച്ചെടുക്കാൻ തുടങ്ങും. എല്ലാ വളവും വലിച്ചെടുത്ത് ആ കളകൾ പർവ്വത സമാനമായി വികാസം പ്രാപിച്ച് അവസാനം ആ മണ്ണ് നിഷ്ഫലമായി മാറുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, നിങ്ങളെ ദുർബലരായിട്ട് ഞാൻ സൃഷ്ടിച്ചു, ആ ദുർബലതയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഞാനൊരു കഴിവ് നൽകി, ആ ശക്തിക്ക് ശേഷം നിങ്ങളെ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വ ശൈബ, നിങ്ങളെ പിന്നെയും ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് ദൗർബല്യങ്ങളിലേക്കാണ്. നിങ്ങളെ ഒരുപാട് അസുഖങ്ങൾ പിടികൂടാനിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് നരബാധിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്താൽ നിങ്ങളുടെ കൈകൾ വിറക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. നിങ്ങൾക്കൊരു പേന പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. ആ ഒരു ദൗർബല്യം ശരീരത്തിന് സംഭവിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, ഈ രണ്ട് ദൗർബല്യങ്ങളുടെ ഇടയിൽ കെടാതെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ഒരു അമാനത്തുണ്ട്. ആ അമാനത്തുണ്ടല്ലോ പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ആരോഗ്യമുള്ള കാലം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ യൗവനം എന്ന് പറയുന്നത്. ആ ആരോഗ്യമുള്ള കാലത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ
നിരീക്ഷണം എന്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് ഈ ആരോഗ്യം നൽകിയത് അള്ളാഹുവാണ്. എന്റെ ഈ ആരോഗ്യം കൊണ്ട് അപരന്റെ നേരെ കയ്യൂക്ക് കാണിക്കാനുള്ളതല്ല. എന്റെ ഈ ആരോഗ്യം കൊണ്ട് മറ്റാരുടെയും നേരെ എന്ത് തെമ്മാടിത്തരവും കാണിക്കാനുള്ളതല്ല. എന്റെ ഈ ആരോഗ്യമുള്ളപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയിൽ, അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ വലിയ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു വെച്ചല്ലോ, 7 വിഭാഗം യുവാക്കളുണ്ട്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ലാ മില്ല ഇല്ലാ മില്ലു. അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാത്ത ഒരു തണലിൽ ലഭ്യമില്ലാത്ത ആ ദിവസം അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ ലഭിക്കുന്ന 7 വിഭാഗം യുവാക്കളുണ്ട് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 7 വിഭാഗം. ആ യുവാക്കളെ കുറിച്ചാണ് പറഞ്ഞത്. എന്ന് കരുതിയിട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തിയവര് നിരാശരാകേണ്ടതില്ല. യൗവനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചവർ അവർ വാർദ്ധക്യത്തിൽ എത്തിക്കോട്ടെ, പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ യുവാക്കളാണ്. യൗവനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചവർ, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുഴുകുകയും ചെയ്ത ആളുകൾ. അവരുടെ ഹൃദയങ്ങൾ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയം ഇണക്കപ്പെട്ട യുവാക്കൾ. ആ പദപ്രയോഗങ്ങളിൽ ഉണ്ട് ഒരു യുവാവ്, ഒരു യൗവനം അവൻ എങ്ങനെ ചിലവഴിക്കണമെന്ന്. മനുഷ്യ നന്മക്ക് വേണ്ടി ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന കേന്ദ്രവുമായി ഹൃദയം ഇണക്കപ്പെട്ടതാണ്. സുജൂദ് ചെയ്യുന്ന കേന്ദ്രവുമായി ഹൃദയം ഇണക്കപ്പെട്ടു, ബന്ധിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി ബന്ധിക്കപ്പെട്ട ഹൃദയമാണ്. ആ ഹൃദയത്തിന് ഭൂമിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. അള്ളാഹുവിന് വേണ്ടി രാത്രികാലങ്ങളിൽ നമസ്കരിച്ച ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി കലഹിക്കുകയും ചെയ്തവരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും കരുത്തുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ ഈ 2 ദൗർബല്യങ്ങൾക്കിടയിൽ കെടാതെ കാത്തുവെക്കാൻ അള്ളാഹു ഏൽപ്പിച്ച അമാനത്ത്, അതൊരു വലിയ പ്രതീക്ഷയുടെ തിരിനാളമാണ്. ആ പ്രതീക്ഷയോടുകൂടി യുവാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ യൗവനത്തെ അള്ളാഹു കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ അള്ളാഹു കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നോട് നന്ദിബോധമുള്ളവരായിട്ട് നിലകൊണ്ടാൽ ഞാൻ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അതിരടയാളങ്ങളെ രേഖപ്പെടുത്തി വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇടപെടലുകളിൽ എന്റെ പ്രതിഫലവും എന്നിൽ നിന്നുള്ള സ്വർഗവും ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ, അവിടെയാണ് അള്ളാഹുവിന്റെ കരുതലും കാവലുമുള്ള ഏറ്റവും നല്ല വിളവെടുക്കാൻ കഴിയുന്ന ഒരു ഭാവിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ യുവാക്കൾ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ചും ഡൽഹിയിൽ നടന്ന സമരത്തെക്കുറിച്ചും ഒക്കെ പ്രതിപാദിച്ചപ്പോ, മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് സംഭവിച്ച ദൗർബല്യത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോ, പ്രിയമുള്ളവരെ, യൗവനം എന്ന് പറയുന്ന അവിടെ ഒന്നും അവസാനിക്കാത്തൊരു വിഷയമാണ്. ഏറ്റവും നല്ല തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈ സമയത്തിനോളം പോകുന്ന അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന് ലഭ്യമാകുന്ന വേറെ ഒരു സമയവും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നതുകൊണ്ട് കൂടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച 2 പദപ്രയോഗങ്ങളെ പിന്നെയും അടിവരയിടുന്നത്. നമ്മുടെ സ്വകാര്യമായ മുറികളിൽ നമ്മുടെ മൊബൈൽ ഫോണുകളുടെ സ്ക്രീനുകളിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്തയിടത്തു നിന്നുള്ള ഒരു ഹിജറയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടി വരും. നമുക്ക് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ തോണ്ടിവിടുന്ന നമ്മുടെ വിരൽത്തുമ്പുകളിൽ നിന്ന് നമ്മൾ തോണ്ടിവിടുന്ന ആ തോണ്ടിവിടുന്നിടത്ത് വിരൽത്തുമ്പിന്റെ ഒരു ജിഹാദിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടി വരും. ആ ജിഹാദും ഈ ഹിജറയും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തൃപ്തിയോട് കൂടിയിട്ട്, ദാ എന്റെ യൗവനം ഇങ്ങനെയായിരുന്നു, ഞാൻ ജീവിച്ച കാലഘട്ടം ഒരുപാട് കുത്തൊഴുക്കുകളുടെ കാലഘട്ടമായിരുന്നു. ആ കുത്തൊഴുക്കുകളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒഴുക്കിനൊപ്പം ചപ്പ് ചവറ് ചണ്ടികളെ പോലെ ഒഴുകിയല്ല ഞങ്ങൾ മുന്നോട്ട് പോയത്. ഞങ്ങൾ ആ ഒഴുക്കിനിടയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വ്യക്തിത്വത്തിന്റെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്നുള്ള ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാനും വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ അതിർവരമ്പുകൾ നിർണയിച്ചവരാണ്. ഞങ്ങൾ ഞങ്ങളുടെ വിരൽത്തുമ്പുകളുടെ ജിഹാദ് കൊണ്ട്
ഈമാനിന്റെ മാധുര്യം ഞങ്ങൾ നുണഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്ന നന്മയുടെ വലിയ ഭാരമേറിയ നന്മകൾ ഞങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ യൗവനം, ഞങ്ങളുടെ ആരോഗ്യമുള്ള കാലം പടച്ച റബ്ബേ ഇങ്ങനെയായിരുന്നു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന, പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന നമ്മുടെ സമയത്തെക്കുറിച്ചാണ് പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ അറിയാതെ വഴിമാറി പോകുന്ന 1 മിനിറ്റല്ലേ 2 മിനിറ്റല്ലേ, ആ 2 മിനിറ്റ് 2 മണിക്കൂറായി മാറുന്നതും 4 മണിക്കൂറായി മാറുന്നതും പലപ്പോഴായി ഇങ്ങനെ തോണ്ടിയും മാന്തിയും നാം നമ്മുടെ നന്മകൾക്ക് കുഴിതോടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിനോട് പറയാൻ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ ഹൃദയം എവിടെയോ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ആ നഷ്ടപ്പെട്ടു പോയ ഹൃദയത്തിനോടൊപ്പം എന്റെ ദീനും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടവരല്ല നമ്മൾ. എന്റെ ഹൃദയത്തിൽ ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു, ആ ഹൃദയത്തിൽ ഞാൻ ഈമാൻ കാത്തു സൂക്ഷിച്ചിരുന്നു, ആ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് പടച്ചവനെ നിന്നെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹമായിരുന്നു ഞാൻ കരുതി വെച്ചിരുന്നത്. അതാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നിറക്കാനുള്ള വികാരം. അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ആഗ്രഹം. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയിട്ട് കണ്ടുമുട്ടാൻ കഴിയുക എന്ന ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തിന്റെ മൂലധനത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട ഏറ്റവും നല്ല സമയങ്ങളാണ് നമ്മുടെ ഈ ആരോഗ്യമുള്ള സമയം. ദൗർബല്യങ്ങൾ പിടിപെട്ടതിന് ശേഷം അസുഖങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് വന്ന് അനങ്ങാൻ കഴിയാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുളിക എടുത്ത് കൈവെള്ളയിൽ വെച്ച് വായിലേക്ക് കൊണ്ടുപോകാൻ സമയങ്ങൾ എടുക്കുന്ന, ആ ഗുളിക കഴിക്കാൻ വെള്ളം ഒന്ന് പിടിച്ചാൽ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാത്തിനും മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിൽ നിന്ന് വസ്ത്രമൊന്ന് നീങ്ങിപ്പോയാൽ ആ വസ്ത്രം വലിച്ചു നേരെയിടാൻ മറ്റൊരാളുടെ കൈകൾ തന്റെ നേരെ വരേണ്ടി വരുന്ന ദൗർബല്യത്തിന്റെ ഒരു കാലമുണ്ടാകും. ആ ദൗർബല്യത്തിന്റെ കാലത്ത് എന്റെ നല്ല സമയങ്ങൾ കഴിഞ്ഞുപോയല്ലോ, എന്റെ നല്ല സമയങ്ങൾ ഞാൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ, എന്റെ നല്ല സമയങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപിക്കേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകരുത്. ഇപ്പോൾ അള്ളാഹു നൽകിയ സമയമാണ്. ഇപ്പോൾ അള്ളാഹു നൽകിയ ഔദാര്യവും ആരോഗ്യവും അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുന്നവരാണ് നമ്മൾ. ആ ജീവിക്കുന്ന ഘട്ടത്തിൽ അഫലാ ഉഹിബ്ബു അൻ അകൂന അബദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് ഒരു പാതിരാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതുപോലെ നമ്മൾ നമ്മളോടൊന്ന് കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് പറയേണ്ടിയിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, രാത്രിയിൽ നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് വന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കയറിങ്ങനെ കെട്ടിയിട്ട് ആ കയറിൽ ജാമ്യം കൊടുത്തു നിന്ന് നമസ്കരിക്കുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലെ, കഴിഞ്ഞുപോയതും വരാനുള്ളതുമായ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് പുറത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിന് ഇത്രയും താങ്കൾ റിസ്ക് എടുക്കുന്നു എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തമായി കൊടുത്ത എല്ലാ ഇരുളിനെയും ഭേദിക്കാവുന്ന ആ പാതിരാത്രിയിലെ മറുപടിയുണ്ട്. എല്ലാ കൂരിരുട്ടിനെയും എല്ലാ ജാഹിലിയത്തിന്റെയും ഇരുട്ടിനെയും മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു വാചകമാണ് അഫലാ ഉഹിബ്ബു അൻ അകൂന അബദൻ ശകൂറ. ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? എന്റെ പാപങ്ങൾ പുറത്തു വന്നു എന്നത് ശരിയാണ്, എന്റെ വീഴ്ചകൾ പുറത്തു വന്നു എന്നത് ശരിയാണ്. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറണമെങ്കിൽ ഞാൻ അള്ളാഹുവിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. അള്ളാഹു പഠിപ്പിച്ച പാഠങ്ങളിലൂടെ മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഞാൻ എഴുന്നേറ്റ് നിൽക്കേണ്ടിയിരിക്കുന്നു. ആ വർത്തമാനം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട, നമ്മൾ നമ്മളോട് പറയേണ്ട ഒരു സന്ദർഭമാണ് എന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സ്ക്രീൻ ടൈമിന്റെ 6-7 മണിക്കൂറുകൾ ചിലവഴിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ വില കൊടുത്തു വാങ്ങുന്ന കോർപ്പറേറ്റുകളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നാം പരിശ്രമിച്ചേ മതിയാവും. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, നിനക്ക് വേണ്ടി ഞാൻ നിലകൊണ്ടിട്ടുണ്ട്, നിന്റെ തൃപ്തിക്ക് വേണ്ടി എന്റെ സമയം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്റെ നല്ല സമയങ്ങൾ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പ്രിയമുള്ളവരെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിൽ നിലകൊള്ളുന്ന
അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി അവന്റെ തൃപ്തിയിൽ മരണപ്പെടാൻ കഴിയുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.